ഇന്നപ്പൊ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊരു 2-3 മാസമായിരിക്കണം മീൻ വാങ്ങിയിട്ട്. അപ്പൊ ഇന്ന് മീൻകാരൻ പോകുമ്പോ ഒരു തോന്നൽ ലേശം മീൻ വാങ്ങിയല്ലോ. അപ്പൊ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട്, നത്തള വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് വറക്കാലോചിച്ചിട്ടാ. ബാക്കി നാളേക്ക് കറി ഉണ്ടാക്കാനും എടുത്തു വെക്കണം. ഞാൻ എന്താ അറിയാ അകത്തിരുന്നിട്ട് നന്നാക്കണത്, നിറച്ചും പൂച്ചോളാണ് കേട്ടോ പുറത്ത്. പൂച്ച മാന്ത് കടിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. ഇഞ്ചക്ഷൻ എടുക്കണ്ടേ? ഇഞ്ചക്ഷൻ അതേപോലെ മുറിയുടെ ഉള്ളിൽ കൂടെ. എനിക്ക് ഭയങ്കര പേടിയാ. എനിക്ക് വേദന പറഞ്ഞാൽ ഭയങ്കര പേടിയാ. ചെറിയൊരു മുറിയായാൽ മതി, അപ്പൊ ഇതാണ് വേദന സഹിക്കാൻ വയ്യ എനിക്ക്. അപ്പൊ ഉള്ളിലിരുന്നിട്ട് നന്നാക്കുക. ഇവിടെ ആവൊന്നുമില്ല, ലേശായാലും നന്നായി തുടച്ചാൽ മതിയല്ല. അപ്പൊ ഞാൻ ഈ നത്തള മീനെ ഇങ്ങനെ ഇട്ടാ നന്നാക്കുക. ഇതിന്റെ അമ്മമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാ. ഇതാ തലയും കളയും വാലും ഇങ്ങനെ ഒരുമിച്ച് മുറിക്കും. അങ്ങനെയല്ല പറയാ, വെപ്രാളം കൊണ്ട് പറയുന്നത് തെറ്റി. ഇതാ തലയും ഈ വയറും ഇങ്ങനെ ഒരുമിച്ച് മുറിച്ചിട്ട് വാലും മുറിക്കും. എന്നിട്ട് ഉപ്പിട്ടിട്ട് ഞാൻ നന്നായിട്ടാണ്ട് തിരുമ്പും. അത് തിരുമ്പി കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലുള്ള ചെളുക്കിയും പോയിണ്ടാവും. അങ്ങനെ ഞാൻ മീൻ നന്നാക്കുക. അപ്പൊ ഇതാ കണ്ടോ, മീൻ ഇവിടെ ഉള്ളിലായിരുന്നു നന്നാക്കുക പറഞ്ഞിട്ട് കാര്യമില്ല. പൂച്ച പുറത്ത് വന്നിട്ടുണ്ട്. ആ മ്യാവ് മ്യാവ് എന്നിരുന്ന് പറയുന്നു. എവിടുന്ന ഈ പൂച്ചകൾക്ക് മീനിന്റെ മണം കിട്ടുന്നതെന്ന് ഒരു പിടുത്തമില്ല. മീൻ ഉള്ളിൽ വാങ്ങി വെച്ച അപ്പൊ വരും പൂച്ചകള്. മീൻ നന്നാക്കല് കഴിഞ്ഞു. അപ്പൊ ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഇതാക്ക. എന്തേട്ടാ വരുവോ? പൂച്ചകളില്ലേ, ഞാൻ വാതിലൊക്കെ അടച്ചിട്ടിട്ടാട്ടോ ഇവിടെ മീൻ നന്നാക്കിക്കുന്നത്. പൂച്ച കിടന്നിട്ട് ആ വാതിലമ്മേല് ഇങ്ങനെ മാന്ത. എന്താ സൗണ്ട് കേൾക്കണെന്ന് നോക്കിയതാ. നോക്കുമ്പോ പൂച്ച വാതിലമ്മേല് മാന്തയാണ്. അതിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോ ഞാൻ ഇവിടെ ഇരിക്കുന്ന കാണാനുണ്ടാവും. ഞാൻ നന്ദേട്ടനെ വിളിക്കാൻ എനിക്ക് പേടിയായിട്ട്. പൂച്ചകള് 2-3 പുറത്തുണ്ട് തോന്നുന്നു. ഇപ്പൊ മീൻ നന്നാക്കല് കഴിഞ്ഞു. എനിക്ക് കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മീൻ നന്നാക്കാന്ന് പറഞ്ഞാലേ ഭയങ്കര മടിയാട്ടോ. ഞാൻ കുളി കഴിഞ്ഞാൽ എപ്പോഴും മീൻ നന്നാക്കാറില്ല. ഇപ്പൊ നന്നാക്കഴിഞ്ഞു. നന്ദേട്ടൻ അന്ന് കുളിച്ചതാണ്. അപ്പൊ ഇന്ന് മീൻ നന്നാക്കാൻ വയ്യ പറഞ്ഞ നന്ദേട്ടൻ എന്താ പറയാ അറിയോ? നാളെ കുളിക്കുന്നതിന്റെ മുന്നേ മീൻ വാങ്ങിച്ചോ, അത് നന്നാക്കിക്കോ പറയും. അപ്പൊ നമുക്ക് ആരും ഇല്ലല്ലോ പണിയെടുക്കുക, നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പൊ ഇന്നിപ്പോ മീൻ കഴിക്കണം തോന്നി, വറുത്ത മീന്. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞത് തന്നെയായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ, അതേപോലെ കുളി കഴിഞ്ഞിട്ട് തിരുമ്പാനും ഇഷ്ടല്ല. ഇങ്ങനെ കുളി കഴിഞ്ഞിട്ട് മീൻ നന്നാക്കുക, തിരുമ്പ, അതൊന്നും എനിക്കിഷ്ടല്ല. ഇങ്ങനെയൊക്കെ ഉള്ളവർ ആരെങ്കിലും ഉണ്ടോ ഞങ്ങളുടെ വീഡിയോ കാണുന്നവര്? ഇന്നിപ്പോ സംക്രാന്തി പണി എടുക്കലാട്ടോ. സംക്രാന്തി നാളെ ആണെങ്കിലും ഞാന് തന്നെ കൊണ്ട് ഇപ്പൊ തന്നെ ചെയ്യണം. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഏകദേശം കഴിയാറായിരുന്നു. ഇതിന്റെ മുകളിലൊക്കെ ഒന്ന് വൃത്തിയൊക്കെ വേണം. ഇതും മോന് കിട്ടിയിട്ടുള്ള ട്രോഫികളാണ്. ഒക്കെ തുടച്ച് വൃത്തിയായി വെക്കണം. ഇതിന്റെ മുകളില് എപ്പോഴും പൊടിയാ, കാരണം ഇതിന് ഗ്ലാസ് ഇട്ടിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും പൊടിയാണ്. തുടക്കലുണ്ട്, 2 ആഴ്ച കൂടുമ്പോ എടുത്തിട്ടൊക്കെ തുടക്കലുണ്ട്. എന്നാലും പൊടിയാണ്. നന്ദേട്ടൻ കെട്ടിക്കൊടുത്തിട്ടുള്ളതാ. തലയിൽ കെട്ടി മയിൽപ്പീനിയും വെച്ചെടുത്തിട്ടുണ്ട്. ഒരു ഓടക്കുഴലുണ്ട്, ഗുരുവായൂർ പോയപ്പോ വാങ്ങിയിട്ടുള്ളതാ. ഓന്റെ കളിസ്ഥാനങ്ങളാണ്. എനിക്കൊന്നും കളയാൻ ഇഷ്ടമില്ലാത്ത ആളാട്ടോ. അപ്പൊ ഞാൻ എല്ലാം എടുത്തു വെക്കും. പെർഫ്യൂം വാങ്ങിയിട്ടുള്ള കുപ്പികളാട്ടോ. ഇതൊക്കെ ഞാൻ വെറുതെ എടുത്തു വെക്കുന്നതാണ്. എന്നിട്ട് എല്ലാം വലിച്ചെറിയാൻ പറയും. നാശായിരിക്കണു, എന്നാലും ഞാൻ എടുത്തു വെച്ചിരിക്ക. കളിസ്ഥാനങ്ങൾ വാങ്ങൽ തന്നെ പണിയുണ്ടായിരുന്നു ചെറുപ്പത്തില്. ഇപ്പോഴും ഇടയ്ക്കൊക്കെ വാങ്ങിക്കലുണ്ട് കേട്ടോ. അയ്യോ, എന്താ അതിലൊക്കെ മാറോല, വേഗം മാറോല വരും. മാറോലയും പൊടി. ഇവനൊന്നും മോനൊന്നും ചെയ്യില്ല. ഞാൻ തന്നെ വേണം എന്തൊക്കെ. അവന്റെ കളിസ്ഥാനങ്ങളാണ്. അവൻ വൃത്തിയായി സൂക്ഷിക്കൊന്നുമില്ല. ഇതൊക്കെ കളർ പെൻസിലുകള്, ക്രയോൺസ്. സ്കൂളിലൊക്കെ വരയലും കളറിങ് ഒക്കെ ഉള്ളപ്പോ വാങ്ങിക്കൊടുക്കണതാ. പിന്നെ വരയൊന്നും ചെയ്യില്ല. സ്കൂളിലത്തെ അത് കഴിഞ്ഞ പിന്നെ കഴിഞ്ഞു. ബുക്കുകളാണ്. ബുക്കുകൾ കുറെയൊക്കെ കൊടുത്തു. നോട്ട് ബുക്കുകളൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുക. ഉണ്ണിക്കണ്ണനെ ഇവിടേക്ക് വെക്കട്ടെ. എന്താ കൊതു അറിയാം, നിറച്ചും കൊതുവാണ്.
വെളിച്ചാകുമ്പോ കൊതുക് ഒന്നിച്ചോണ്ട് ഉള്ളിലേക്ക് വരും. ബാറ്റ് കൊണ്ട് കൊറേ കൊല്ലും ഞാൻ, എന്നാലും കൊതു എന്താ വന്നും കൊണ്ടേയിരിക്കും. ഇപ്പൊ വരാട്ട തുണി. ഞാനിന്ന് രാവിലെ നീച്ചപ്പോ നല്ല മഴയായിരുന്നു. അപ്പൊ എനിക്ക് പുറത്തേക്ക് പോവാൻ പറ്റില്ല. പുറത്തേക്ക് പോയിട്ടും കാര്യമില്ല, പണിയൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് അടുക്കളയും എല്ലാം വൃത്തിയാക്കി. ഇനിയിപ്പോ ഒരു റൂമും കൂടി ഉണ്ട് വൃത്തിയാക്കാൻ. അതെല്ലാം പണിയും കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ആവാച്ചിട്ട് ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട്. ഗ്രാജുവേഷൻ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവില്ല, അതിനെടുത്തതാ. ഇത് LKG എടുത്തിട്ടുള്ളതാ. ഞങ്ങളുടെ ഫോട്ടോ കേട്ടോ, ഇന്ത്യ നന്ദേട്ടൻ്റെ. ഇത് 2005 എടുത്തതാണ്, കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ടുള്ള ആ സമയത്ത്. കേട് വന്നിരിക്കണോ. ഞാനപ്പൊ തീരെ തടി ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇപ്പോഴും തടിയില്ല എന്നാണ് പറയുന്നത്. കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാന് ആകെ 43 കിലോനാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോ ഒരു 4 കൊല്ലത്തിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഇങ്ങനെ കൂടിയത്. ഇപ്പൊ ഞാൻ 53 കിലോ ഉണ്ട് കേട്ടോ. ഇന്ന് മോന് ജലദോഷം കാരണം സ്കൂളിൽ പോയിട്ടില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ആളായി. ഇതൊക്കെ ഇപ്പൊ തുടച്ചതാണ്. ഇത് മോൻ 8th പഠിക്കുമ്പോ ശ്രീകൃഷ്ണ ജയന്തിക്ക് കൃഷ്ണന്റെ വേഷം കെട്ടിയിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ. അവന് നാണക്കടായി. എനിക്ക് നിർബന്ധമായിട്ട് ഞാൻ പറഞ്ഞു വിട്ടതാട്ടോ, ശ്രീകൃഷ്ണ ജയന്തിക്ക് എന്താ പറയുക ഉണ്ണിക്കണ്ണന്റെ ഇത് വേഷം കെട്ടണമെന്ന് ആഗ്രഹമായിട്ട് പറഞ്ഞു വിട്ടത്. അവിടെ ചെന്നപ്പോ അധികം ഉണ്ണിക്കണ്ണന്റെ വേഷം കെട്ടിയത് ചെറിയ കുട്ടികളാ. എന്നാലും കുഴപ്പമില്ല പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വിട്ടതാ. എന്നിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ ആണത്. വാട്ടർ കളറാണ്. ഒരു പ്രാവശ്യമായിട്ട് ഒരെണ്ണട്ടോ ഉപയോഗിച്ചിട്ടുണ്ട്. പെൻസിലുകള്. അതെന്തോ ഒരു കളിക്കണ ഒരു സാധന. പണ്ടൊക്കെ നമ്മള് ചെറിയ കുട്ടിയാകുമ്പളേ ഇങ്ങനെ ഒരു വള ഉണ്ടായിരുന്നില്ലേ, സ്പ്രിങ് വള എന്ന് പറഞ്ഞിട്ട്, ഞാനൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തോന്നുന്നത്. സ്പ്രിങ് വള എന്നാ പറയാ. കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കയ്യിലിട്ടുണ്ടെങ്കിൽ. അങ്ങനെ എന്തോ ഒരു സാധനം, എന്തോ ഒരു പേര് പറയുന്നൊക്കെ എനിക്കറിയില്ല ഇതിനെ വെച്ചിട്ട്. കുട്ടികളും ഇങ്ങനെ തന്നെയല്ലേ, കളിസാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടും. എന്നിട്ട് കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ അത് ഇതാക്കൂല. ചിലവരൊക്കെ ആർക്കേലും കൊടുക്കേ വലിച്ചെറിയൊക്കെ ചെയ്യുമ്പോ പിന്നെ നാശാക്കിയിട്ടില്ല ഒന്നും. അപ്പൊ ഞാനിങ്ങനെ എടുത്തു വെക്കും. ഇത് ഈ ഇടയ്ക്ക് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് എന്താ പറയാ, റോബോട്ടാണ്, ബാറ്ററി ഇല്ല തോന്നുന്നുണ്ട്. ബാറ്ററി പീസാവാരായിട്ടുള്ളതാ. ഇപ്പൊ പെർഫ്യൂമിന്റെ കുപ്പികളൊക്കെ കളയാം. ഞാൻ നിർത്തിക്കില്ല, കുറെയൊക്കെ എടുത്തു വെച്ചു. ഇനിയൊന്നും എടുത്തു വെക്കുന്നില്ല, ഒക്കെ കളയട്ടെ. നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല, ഉപയോഗം ഇല്ലാത്തൊന്നും വെക്കാൻ പാടില്ല എന്നാ പറയാ. എല്ലാം കളയട്ടെ. ആ ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ എടുത്തു വെക്കണതാ. മുന്നേക്കെ നമ്മള് പണ്ടത്തെയൊക്കെ വീട്ടില് അല്ലെ, ഫോട്ടോകളൊക്കെ ഇങ്ങനെ നിരങ്ങനെ ചമരുമേല് ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവൂലേ. നമ്മള് കേറി ചെല്ലുമ്പോ തന്നെ അതാ കാണുക, ഫോട്ടോകള് ഫുള്ളായിട്ട് ഫോട്ടോകൾ ഉമ്മർത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ഹാളിലേക്ക് കയറി ചെല്ലുമ്പോ. അപ്പൊ പിന്നെ ആ ഇതൊക്കെ നിന്നു. എനിക്ക് നല്ല ഇഷ്ടാട്ടോ അങ്ങനെ. നമ്മളിപ്പോ ഒരു വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒക്കെ ഫോട്ടോകൾ കാണാം. കല്യാണ ഫോട്ടോ ആയാലും ഒക്കെ വലുതായി ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ചുമരൊക്കെ ഇതാവും, ഭംഗി ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അതൊക്കെ നിന്നു. വേണ്ട, ചെറിയൊരു കപ്പ് മോനെ അവന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്തതാ, എന്തോ ഒരു ഇതിന്. എന്താ ഇതിന് പറയാന്നവ എനിക്കറിയില്ല. അത് നന്ദേട്ടൻ തൃശ്ശൂരിന്ന് വാങ്ങിട്ട് വന്നിട്ടുള്ളതാ, കണി വെക്കാൻ വേണ്ടിട്ടേ. വിഷുവിനാണ്ട് എടുത്തു വെക്കണതാ, പിന്നെ അടുത്ത കൊല്ലം വിഷു വന്നാലും എടുക്കുക. ബാഗ് കണ്ടില്ലേ, ഇതിന് ഒരു കുഴപ്പമില്ലാത്ത ബാഗാ. പ്രാവശ്യം എന്നിട്ട് ബാഗ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് കുറച്ചു ദിവസമൊക്കെ കൊണ്ടുപോകാം, നാശായ വാങ്ങിത്തരാ പറഞ്ഞിട്ടിരിക്കുക.
വലിപ്പം കൂടുതലാണ് ഇത് ബാഗ്. അപ്പൊ ഇപ്പൊ പറഞ്ഞ അത്ര ബുക്കുകളൊന്നും കൊണ്ടാവണ്ടല്ലോ, ടെസ്റ്റ് ഒന്നും എപ്പോഴെങ്കിലൊക്കെ കൊണ്ടാവുള്ളൂ. അതുകൊണ്ട് ചെറിയ ബാഗാ വേണ്ടത്. തോക്കിന്റെ ഉണ്ടൊക്കെ ആക്കി വെച്ചിരിക്ക. ഇതേ മോൻ ചെറുതാകുമ്പോ വാങ്ങുമ്പളേ അമ്മേനെയൊക്കെ ഇതിലിങ്ങനെ ഈ ഉണ്ടിട്ടിട്ട് ഇങ്ങനെ വെടിവെച്ചായിരുന്നു. അവരൊന്നും അയ്യോ അയ്യോ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയാ വെടി കൊണ്ട പോലെ ഇങ്ങനെ ആക്ഷൻ കാട്ടും. തന്നെ പണിയുണ്ടായിരുന്നു. അമ്മമ്മ കിടക്കുകയാണെങ്കിൽ അമ്മമ്മയുടെ അടുത്ത് പോയിട്ട് ഇതാണ് വെടിവെക്കും. അമ്മമ്മ അയ്യോ പൊന്നോ ഇന്ന് വെടിവെച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യൊക്കെ ഇരുന്ന് ഒഴിയണ കാണാം. പക്ഷെ അവന് ബുദ്ധി വെച്ചിട്ട് നന്നായി വർത്തമാനൊക്കെ പറഞ്ഞിട്ട് ബുദ്ധി വെച്ചപ്പോ അങ്ങനെ ആയപ്പോഴേക്കും അവരൊക്കെ മരിച്ചു. ഇപ്പൊ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു കുട്ടി. ഇത് നമ്മൾ എന്ത് പറഞ്ഞാലും തിരിച്ച് അതേപോലെ പറയണ പൂച്ച. ബാറ്ററി ഇല്ല. ഞാൻ പറയും ഇവനോട് ഇതിലൊക്കെ ബാറ്ററി ഇട്ടിട്ട് ഇടയ്ക്ക് നോക്കടാ, അല്ലെങ്കിൽ അതൊക്കെ നാശാവും പറയും. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ശ്രദ്ധയൊന്നും ഇല്ലല്ലോ കുട്ടികൾക്ക്. അടുക്കളയിലേക്ക് പോട്ടെ. ഇനി ബാക്കി പണി ഊണൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അടുക്കളയിൽ പോയിട്ട് ഉച്ചാമ്പലത്തെ കാര്യങ്ങൾ നോക്കണം. ഞാൻ അടുക്കളയിലേക്ക് വന്നിരിക്കട്ടോ ഉച്ചാമ്പലത്തെ കാര്യങ്ങൾ നോക്കാൻ. അപ്പൊ ഇന്നലെ മീൻ വാങ്ങിയിട്ട് നന്നാക്കണതൊക്കെ ഇന്നലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇന്നാണ് ഇടുന്നതെന്ന് മാത്രം കേട്ടോ. അപ്പൊ ഇന്നിപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ മീന് ഇന്നലെ നത്തല് വാങ്ങിയിട്ട് കുറച്ച് ഇന്നലെ വറുത്തു. ബാക്കിയുള്ള ഇപ്പൊ ഇന്നും വറുക്കാണ്. അപ്പൊ ഞാനിത് എന്താ പറയാ അടച്ചു വെച്ചത് എന്തിനാന്നറിയോ, എണ്ണ അല്ലെങ്കിൽ ഇവിടെയൊക്കെ തെറിക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിട്ട് അടച്ചു വെച്ചിരിക്ക. അപ്പൊ ഞാൻ പകുതി മീൻ ഇപ്പൊ ഇന്ന് കറി വെക്കാന്ന് വിചാരിച്ചതാ. അപ്പൊ മോൻ പറയാണ് അമ്മ നത്തൽ മീൻ നാളെയും വേണമെന്ന്. നാളെ പറഞ്ഞ ഇന്നലെ വൈകുന്നേരത്ത് കഴിക്കുമ്പോ പറയുന്നത് നത്തൽ മീൻ എനിക്ക് നാളെയും വേണമെന്ന്. അപ്പൊ വിചാരിച്ചു ഇനി അതും ബാക്കിയുള്ളതും വറക്കാന്ന്. ഇപ്പൊ കൂട്ടാൻ വയ്ക്കാൻ എന്താന്ന് നോക്കുമ്പോ കുമ്പളങ്ങയൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ എന്താ വിചാരിച്ചതറിയോ, മുളകറുത്തപ്പുളി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പുളി ഇതാ എടുത്ത് വെച്ചിരിക്കുന്നു, വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു. ഇനി പിഴിഞ്ഞിട്ട് അടുപ്പത്ത് വെക്കണം. മുളകറുത്തപ്പുളി രസം കുഴപ്പമൊന്നുമില്ല. മുളകറുത്തപ്പുളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദേട്ടനൊന്നും ഇവനൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ. എപ്പോഴും മുളകറുത്തപ്പുളി ഉണ്ടാക്കിയാലും എപ്പോഴും ബാക്കിയാവല്. അപ്പൊ ഇന്നിപ്പോ ഞാൻ മുളകറുത്തപ്പുളി ഉണ്ടാക്കി. ഏറ്റവും എളുപ്പമുള്ള പണി മുളകറുത്തപ്പുളി അല്ലേ. അപ്പൊ മുളകറുത്തപ്പുളിയാണ് ഇപ്പൊ ഇന്നത്തെ കറി. നന്ദേട്ടനൊന്നും മുളകറുത്തപ്പുളി പറഞ്ഞാ അറിയന്നെ ചെയ്യില്ല എന്താ സംഭവം. അപ്പോഴാണ് മനസ്സിലാവാൻ തുടങ്ങി. മുളകറുത്തപ്പുളി ഉണ്ടാക്കണം. പിന്നെ ഇന്നിപ്പോ ഉപ്പേരിയൊന്നും ഇല്ല. മുളകറുത്തപ്പുളി മീൻ വറുത്തതും. ഉപ്പേരിയുടെ കഷ്ണമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ വേറെ പണികളൊക്കെ ഉണ്ട്. ഒന്ന് ഉപ്പേരിയൊക്കെ ഒഴിവാക്കി. ചമ്മന്തി എന്തെങ്കിലും ഉണ്ടാക്കണം കുട്ടിക്ക്. അപ്പൊ മുളകറുത്തപ്പുളി ഇഷ്ടം? അപ്പൊ ഒരു ഇഷ്ടമല്ല മുളകറുത്തപ്പുളി. എന്നാലും കുറച്ചൊക്കെ ഒഴിച്ചിട്ട് കഴിക്കവൻ. അവനതിന് കൂട്ടാൻ വേണമെന്നൊന്നുമില്ല. ഉപ്പേരി ആയാലും മതി. നല്ല ചെറിയ നത്തളാണ് കേട്ടോ. വലുപ്പല്ലേ. നന്നാക്കി കഴിഞ്ഞപ്പോഴേക്കേ കുറച്ചായി. അപ്പൊ ഇന്നിപ്പോ രാവിലെ എന്താ ഉണ്ടാക്കിയതെന്ന് അറിയണ്ടേ. ഇന്ന് രാവിലെ ഇഡ്ഡലി പിന്നെ എന്താ പറയാ കുറുമ ഉണ്ടാക്കിയത്. ഉരുളൻകിഴങ്ങും തക്കാളിയും കൂടി കുറുമയും ഇഡ്ഡലിയാണ് ഉണ്ടാക്കി. ഇന്ന് രാവിലെ ഞങ്ങൾ അതാണ് കഴിച്ചത്. അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ ഞങ്ങളുടെ വിശേഷങ്ങള്. പിന്നെ ഞാന് മീൻ നന്നാക്കിയിട്ട് ഇടുമ്പോ നല്ല ചിരിക്കുന്നുണ്ട് കേട്ടോ. അതെന്താ സംഭവം എന്നറിയോ, എന്നിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ എന്നിട്ട് ശരിന്നൊന്നും പറയില്ല, റെഡിന്നൊന്നും പറയണതിന്റെ മുന്നേ ആള് ഫോണ് പൊക്കിയ ഉടനെ ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങും. അപ്പൊ അത് ആലോചിച്ചിട്ട് ചിരിക്കണതാട്ടോ വീഡിയോയില്. എന്താ പറയാ, എനിക്ക് റെഡിന്ന് പറയുന്നതിന്റെ മുന്നേ അതൊന്നും കേൾക്കാനുള്ള ക്ഷമയില്ല എനിക്ക്. ഫോൺ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചിരിക്കണത്. പൊതുവെ ചിരിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും വിഷമായ പറഞ്ഞാൽ മാത്രമേ സങ്കടാവുള്ളൂ. അപ്പൊ വേഗം സങ്കടം വരുന്ന ഒരാളാണ്. ചിരിക്കും ചെയ്യും നന്നായിട്ട്. എന്തെങ്കിലും ചെറുതായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമാവുകയും ചെയ്യും. അപ്പൊ അതൊക്കെയാണ് അപ്പൊ ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങള്. അപ്പൊ ചെറിയ വിശേഷങ്ങളായിട്ട് ഞാന് നാളെ വരാം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ ഞങ്ങളുടെ നിൽക്കുക. ഞങ്ങളുടെ ഉയർച്ച എന്ന് പറഞ്ഞത് നിങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോകളൊക്കെ കാണുക. അപ്പൊ ശരി, നാളെ കാണാം.